അത് നേരത്തെ റെക്കോർഡ് ചെയ്തതാണ്. റെക്കോർഡ് ആയത് പക്ഷേ ശരത്തിന്റെയും പത്മജ Hello, Amit. Hello, Mittu. Hello. Sound clear ആണോ? ക്ലിയറാ. ഇനി ആരെങ്കിലും കയറാനുണ്ടോ?
ഹലോ അച്ഛാ, അജയ് ആണേ. ഹലോ അച്ഛാ, കേൾക്കുന്നുണ്ടോ? അച്ഛന്റെ മൈക്ക് ഓൺ ആക്കിയിട്ടില്ല. ഓക്കെ, കേൾക്കാം അജയ്, പറഞ്ഞോളൂ. അജയ് മാസ്റ്റർ പറയൂ. 7:15 നമുക്ക് തുടങ്ങാം. ഇനി ആരും ഓക്കെ, എന്നാ ഞാൻ സ്റ്റാർട്ട് ചെയ്തോട്ടെ. അല്ല, ബിനന്റി സ്റ്റാർട്ട് ചെയ്യല്ലേ? ബേബിങ്ങളെ സ്റ്റാർട്ട് ചെയ്യാച്ചാ? സ്റ്റാർട്ട് ചെയ്യാം അല്ലേ? എന്റെ സൗണ്ട് കേൾക്കാവോ? കേൾക്കുന്നുണ്ട് അച്ഛാ. കേൾക്കുന്നുണ്ട്. ഓക്കെ, നമുക്ക് പ്രാർത്ഥന ആരംഭിക്കാം. പ്രത്യേകിച്ച് അസ്നത്ത് ദമയന്തി എന്ന മാതാവിന്റെ ഒരു ഓർമ്മ പ്രാർത്ഥന നമുക്ക് ഭവനമായി പ്രിയ കുടുംബ അംഗങ്ങളോടൊന്നിച്ച് ഇവിടെ നിർവഹിക്കപ്പെടുകയാണ്. നമ്മുടെ ഹൃദയത്തെ ദൈവ മുമ്പാകെ താഴ്ത്താം. പ്രിയപ്പെട്ടവരുടെ ഓർമ്മകൾക്ക് മുമ്പിൽ അതീവ സമർപ്പണത്തോടെ ഏതാനും നിമിഷങ്ങൾ നമുക്ക് ചിലവിടാം. എല്ലാവരെയും ദൈവകരങ്ങളിൽ വിനയപ്പെടുത്താം. നമ്മുടെ ആരംഭം പിതാവിൻ്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ തന്നെ. ആമേൻ. ഞങ്ങളുടെ ദൈവമേ, സ്വർഗസ്ഥനായ പിതാവേ, അങ്ങ് ഏറ്റവും വലിയവനും സ്തുത്യനുമാകിയാൽ സ്തോത്രം. പ്രപഞ്ചാധിപതിയായ അവിടുന്ന് അങ്ങയുടെ ജ്ഞാനത്താൽ സകലത്തെയും ഉളവാക്കി. മനുകുലത്തെയും അവിടുന്ന് സൃഷ്ടിച്ചു. ആത്മസ്വാതന്ത്ര്യം നൽകി അവരെ നീ അനുഗ്രഹിച്ചു. യേശുനായക, കാൽവറി സ്നേഹത്താൽ അവരെ അവിടുന്ന് വീണ്ടെടുത്തു. പാപത്തിന്റെ എല്ലാ അടിമത്വത്തിൽ നിന്നും അവരെ രക്ഷിച്ചു. നിത്യജീവനിലേക്ക് അവരെ ആദായപ്പെടുത്തി. നിത്യാവകാശത്തിലേക്ക് അവരെ നീ നയിച്ചു. ഞങ്ങൾ ഇന്ന് ഞങ്ങളുടെ ജീവിതത്തെക്കുറിച്ചൊന്ന് ഓർക്കുവാൻ, ജീവന്റെ ഉടയവനെ കുറിച്ചൊന്ന് ധ്യാനിക്കുവാൻ, നിത്യതയെക്കുറിച്ചൊന്ന് ധ്യാനിക്കുവാൻ ഈ സമയം ഞങ്ങളെ ഒരുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. വിശേഷാൽ പ്രിയ മാതാവ് ദമയന്തി എന്ന പ്രിയ മാതാവിന്റെ ഓർമ്മകൾക്ക് മുമ്പിൽ ഞങ്ങൾ ഏതാനും നിമിഷം തിരുസന്നിധിയിൽ ചേർന്ന് വരുന്നു. യേശുനായക, നിന്റെ സാന്നിധ്യം ഇപ്പോൾ ഞങ്ങൾക്ക് അനുഭവവേദ്യമാകട്ടെ. കർത്താവേ, ഞങ്ങൾ ഞങ്ങളുടെ പ്രിയമുള്ളവരെ ഓർക്കുമ്പോൾ ഈ ഭൂമിയിൽ അങ്ങയെ സേവിച്ച്
നിത്യതയിൽ വിശ്രമിക്കുന്ന ഞങ്ങളുടെ പ്രിയമുള്ളവരെ കുറിച്ച് ഞങ്ങൾ ഓർക്കുമ്പോൾ ഞങ്ങൾ ഒന്നറിയുന്നു, കർത്താവിന്റെ വരവാസന്നവും കർത്താവിന്റെ വരവിൽ ഞങ്ങൾക്കുള്ള അവകാശം സമീപത്തും എന്ന് ഞങ്ങൾ തിരിച്ചറിയുന്നു. ആയതിനാൽ ഞങ്ങളുടെ ഹൃദയത്തെ ദൈവസന്നിധിയിൽ സമർപ്പിച്ച് ഞങ്ങളുടെ നിത്യതയിലേക്ക് ആദായപ്പെടുത്തിയ ദൈവത്തിൽ പൂർണ്ണമായും വിനയപ്പെടുവാൻ ഞങ്ങളെ ഒരുക്കമുള്ളവരാക്കണമേ. വീണ്ടും വരുന്നവനായ ദൈവത്തിന്റെ സന്നിധിയിൽ ഞങ്ങളുടെ പ്രിയമുള്ളവരെ ഞങ്ങൾ കാണും. ആയതിനാൽ പ്രത്യാശയുള്ള ഹൃദയത്തോടും ആശ്വാസത്തോടും ഈ ദിനങ്ങൾ ഞങ്ങൾ ജീവിക്കുവാൻ തുണയ്ക്കണം. ഈ കൂട്ടായ്മയിൽ പങ്കെടുക്കുന്ന എല്ലാവരെയും, വിശേഷാൽ മക്കളായി മരുമക്കൾ, പേരക്കുട്ടികൾ തുടങ്ങി സഹോദരങ്ങൾ, ബന്ധുജനങ്ങൾ, സ്വന്തക്കാർ, സഭവിശ്വാസികൾ, പ്രിയമുള്ളവരെ എല്ലാം നിന്റെ കരങ്ങളിൽ ഞങ്ങൾ തരികയാണ്. ഈ കൂട്ടായ്മയിൽ പങ്കെടുക്കുന്ന ഓരോരുത്തരെയും ദൈവസന്നിധിയിൽ സമർപ്പിക്കുകയാണ്. ഏതാനും നിമിഷം ഞങ്ങൾ ഇരിക്കുമ്പോൾ മറ്റുമില്ലാത്ത വചനത്താലും പരിശുദ്ധാത്മശക്തിയാലും ദിവ്യദർശനത്താലും ഞങ്ങളുടെ ഹൃദയങ്ങളെ ഉറപ്പിച്ചു കൊള്ളണമെന്ന് അപേക്ഷിക്കുന്നു. എല്ലാറ്റിനുമുപരി യേശു നായക, പ്രിയ മാതാവിൽ ഞങ്ങൾക്ക് ലഭ്യമായ ദൈവിക അനുഗ്രഹങ്ങളെ ഓർത്ത് ഹൃദയം സമർപ്പിച്ച് അങ്ങേ മഹത്വപ്പെടുത്തുവാൻ തുണയ്ക്കണം കർത്താവ്. പ്രിയമുള്ളവർ തന്നിട്ടുള്ളതല്ലാതെ ഞങ്ങളുടെ പക്കൽ സൗഭാഗ്യമായി മറ്റൊന്നും അവശേഷിക്കുന്നില്ല. ആയതിനാൽ ഞങ്ങളൊന്ന് തിരിച്ചറിയുന്നു, വിശ്വാസവും വിശുദ്ധിയും ആശ്രയവും ആരാധനയും അവരിലൂടെ ഞങ്ങൾക്ക് കൈവന്ന സുഹൃതങ്ങളാണ്. ആയതിനാൽ ഒരു ഓർക്കുമ്പോൾ ഞങ്ങൾ പ്രകാരം ക്രമപ്പെടണമോ പ്രകാരമെല്ലാം ഞങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങളെ തന്നെ ഒന്ന് ക്രമപ്പെടുത്തുവാനുള്ള വരം കൂടി ഞങ്ങൾക്ക് തരണം. ഈ പ്രാർത്ഥന അർത്ഥവത്തായ ഒരു പ്രാർത്ഥനയാക്കി തിരുസന്നിധിയിലേക്കുള്ള ഒരു ആരാധനയാക്കി അവിടെ രൂപാന്തരപ്പെടുത്തണമേ. എല്ലാവരെയും ആത്മാവിൽ നിറയ്ക്കണമേ. യേശു മുഖാന്തരം ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു, കൃപയോടെ കേൾക്കണമേ. ആമേൻ. ഈ സമയത്ത് ഭവനാംഗം പറയാവുന്നതാണ്. സ്നത് ദമയന്തി എന്ന മാതാവിന്റെ ഓർമ്മകൾ മുമ്പിൽ നിൽക്കുന്നു. 93 വയസ്സിൽ ോടുകൂടി കർത്താവിന്റെ സന്നിധിയിലേക്ക് പ്രേമമാതാവ് എത്തിച്ചേർന്നു. മക്കൾ പരേതനായ പെണി, അതുപോലെ മിസ്സിസ് ബെച്ചി ഓർക്കാം, മിസ്സിസ് ബീന കുടുംബം, മിസ്റ്റർ റോണി കുടുംബം, പരേതനായ സോണി എന്നവരുടെ കുടുംബം, ഈ കുടുംബാംഗങ്ങളെയും കൊച്ചുകുട്ടികളെയും എല്ലാം നമുക്ക് ഹലോ പ്രിയ ഭവനത്തെയും പ്രാർത്ഥനയും നമുക്ക് ഓർക്കാം. അതുപോലെ പ്രിയ മാതാവിനെ കുറിച്ച് നമ്മൾ പറയുന്ന സമയത്ത് ഒരുപാട് അനുഗ്രഹങ്ങൾ പ്രിയ മാതാവിന് ഈ ഭൂമിയിൽ അനുഭവിക്കാനായിട്ട് സാധിച്ചിട്ടുണ്ടല്ലോ. റിനീറ്റയുടെ കുഞ്ഞിന് ദാവീദ് കുഞ്ഞിനെയൊക്കെ കാണാൻ ദൈവം സഹായിച്ചു. മാതാവ് തന്റെ കൊച്ചുമക്കളോട് അവരുടെ മക്കളോട് ഒന്നിച്ചൊക്കെ ആയിരിക്കാനുള്ള ഭാഗ്യം മാതാവിന് ലഭ്യമായി. ഇതൊക്കെ ദൈവസന്നിധിയിൽ നമുക്ക് ഓർക്കേണ്ട ചില അനുഗ്രഹങ്ങളാണ്. അതുപോലെ ഡോക്ടർ അനീറ്റയുടെയും കിഷോറിന്റെ വിവാഹം ഈ അടുത്ത സമീപത്താണ് കഴിഞ്ഞത്. അവരുടെയൊക്കെ ഇങ്ങനെ കൊച്ചു കുഞ്ഞുങ്ങളുടെയൊക്കെ നല്ല അനുഗ്രഹകരമായ കൂട്ടായ്മ പ്രിയ മാതാവിന് ലഭ്യമായി. അതിനെന്തുകൊണ്ടും ഒരുപാട് നമുക്ക് വാക്കുകൾക്ക് അതീതമായ ദൈവകൃപകളെ കുറിച്ച് മാതാവിനെ കുറിച്ച് ഓർക്കുമ്പോൾ പറയാൻ സാധിക്കും. അതുപോലെ തങ്ങളുടെ അമ്മയെ കുറിച്ച് പറയുകയാണെങ്കിൽ അവരുടെ സൽസ്വഭാവവും അവരുടെ സത്യസന്ധതയും അവരുടെ വിശ്വാസവും ഒക്കെ
അവരുടെ സഹോദരങ്ങളെ എല്ലാം സ്വാധീനിച്ചതുകൊണ്ട് അമ്മാമ്മയെ എല്ലാവരും സ്നേഹപുരുഷരമാണ് വീക്ഷിച്ചതും സ്നേഹിച്ചതും. അതുകൊണ്ട് അതിനായിട്ടൊക്കെ നമുക്ക് ദൈവത്തിന് നന്ദി പറയാം. സഭയ്ക്കും അമ്മമ്മയെ കുറിച്ച് പറയാൻ ഒരുപാട് കാര്യങ്ങളുണ്ട്. സഭയിലും വളരെ ആർജവത്തോടെയാണ് മാധവനെ കുറിച്ച് ഓർക്കുന്നത്. ഇതെല്ലാം മക്കൾക്ക് മാതൃകയായിട്ട് തീരട്ടെ. ഈ സമയത്ത് ഭവനാംഗങ്ങളിൽ ഒരാൾക്ക് സ്വാഗതം ആശംസിക്കാവുന്നതാണ്. വന്നു ചേർന്നിട്ടുള്ള ആളുകൾക്ക് ഒരു വാക്ക് സ്വാഗതം പറയാവുന്നതാണ്. ഹലോ ഹലോ, കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ട് അച്ഛാ. ഹലോ, ഞാൻ പറയുന്നത് കേൾക്കാവോ? കേൾക്കാം. ഓക്കെ, ഒരാൾ സംസാരിക്കുക. ഒരാൾക്ക് ഈ സമയത്ത് സംസാരിക്കാം. ഈ ഒരു ഗ്രൂപ്പിൽ പ്രാർത്ഥനയ്ക്കായിട്ട് കടന്നു വന്ന എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. എനിക്ക് തോന്നുന്നു കുറച്ചും കൂടെ നല്ലത് എല്ലാവരും വീഡിയോ ഓൺ ആക്കുമ്പോഴാണ്. പറ്റുന്നുണ്ടെങ്കിൽ എല്ലാവരും വീഡിയോ ഓൺ ആക്കുവാണെങ്കിൽ സംസാരിക്കാൻ എളുപ്പമുണ്ടായിരുന്നു. പ്രത്യേകിച്ച് എനിക്ക് അവിടെ വന്ന് എല്ലാവരെയും ഒന്നും കാണാനോ അമ്മാമ്മയെ കാണാനോ ഒന്നും പറ്റാത്തൊരവസ്ഥയിലാണ്. ഒത്തിരി എല്ലാവരെയും ഈ വേർപാടിൻ്റെ വേദന നമ്മൾ ഓരോന്നായിട്ട് അനുഭവിക്കുമ്പം അതിലൊന്നും പങ്കെടുക്കാൻ ഇതുവരെ എനിക്ക് പറ്റിയിട്ടില്ല. പക്ഷേ ഇതുപോലൊരു ഈ ഒരു പ്രാർത്ഥനയും കൂട്ടായ്മയും ഒത്തിരി ആശ്വാസം നൽകുന്നുണ്ട്. ഇത് അറേഞ്ച് ചെയ്തതിനും അച്ഛനിവിടെ വന്നതിനും എല്ലാത്തിനുമായിട്ട് എല്ലാവരെയും കാണാൻ പറ്റുന്ന കുടുംബാംഗങ്ങളെ എല്ലാവരെയും ഞാൻ ഈ ഒരു പ്രാർത്ഥനാ കൂട്ടായ്മയിലേക്ക് സ്വാഗതം ചെയ്യും. ഓക്കെ, താങ്ക് യു. ഈ സമയത്ത് 248 പാട്ട് നമുക്ക് പാടാം. ക്രൂശിന്റെ ചേകമേറ്റു ഞാൻ കുഞ്ഞാട്ടിനാടുമായി, തൃപ്പേരിൽ എന്തു നാണുവാൻ തൃക്കാര്യ ബിരുവായി. നമ്മുടെ ഹിം ബുക്കിൽ 248 പാട്ടാണ്. എനിക്ക് തോന്നുന്നു നിങ്ങളുടെ എല്ലാവരുടെയും മൈക്ക് മ്യൂട്ട് ചെയ്ത് വെക്കണം. എൻ്റെ മൈക്കാണ് ഇപ്പോൾ ഓൺ ചെയ്തിട്ടുള്ളത്. ബാക്കി എല്ലാവരുടെയും മ്യൂട്ട് ചെയ്യുന്നതാണ് ഉചിതം. എന്നാൽ നിങ്ങൾക്ക് ഭവനങ്ങളിൽ ഇരുന്ന് പാട്ടുപുസ്തകം നിങ്ങളുടെ കൈകളിലുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ പാട്ട് നിങ്ങൾക്ക് ചേർന്ന് പാടാവുന്നതാണ്. മൈക്ക് ഓൺ ചെയ്യാതെ തന്നെ ചേർന്ന് നിങ്ങൾക്ക് പാടാവുന്നതാണ്. 248 പാട്ട്. ക്രൂശിന്റെ ചേകമേറ്റു ഞാൻ കുഞ്ഞാട്ടിനാളുമായി, തൃപ്പേരിലെന്തു നാണുവാൻ തൃക്കാര്യ ബിരുവായി, രക്താബ്ധി നീലയു വിശുദ്ധർ വീഴ്പുക, വിമാനപുഷ്പയാനമോ കുദീപദിങ് എനിക്കും രിബുക്കൾ ചൂഴവും ചേറുതടി ചുകേറുവാൻ സുഗീച്ചുറങ്ങീതുമു പരഥില ഇഹം കൃപേ
ക്യുബന്ധുവോ എന്നെ തുണയ്ക്കുവ പോരാ പൗരുഷം ഭരിക്കുവ അരുൾക നീവരും. ഈ സമയത്ത് 27-ാം സങ്കീർത്തനം ഭവന അംഗങ്ങളിൽ ആർക്കെങ്കിലും ഒരാൾക്ക് വായിക്കും. 27-ാം സങ്കീർത്തനം ഭവന അംഗങ്ങളിൽ ആർക്കെങ്കിലും ഒരാൾക്ക് വായിക്കും. പ്രമിളിച്ച് വായിക്കേ. വായിക്കട്ടെ. വായിച്ചോളൂ. യഹോവ എന്റെ വെളിച്ചവും എന്റെ രക്ഷയുമാകുന്നു, ഞാൻ ആരെ ഭയപ്പെടും? യഹോവ എന്റെ ജീവന്റെ ബലം, ഞാൻ ആരെ പേടിക്കും? എന്റെ വൈരികളും ശത്രുക്കളുമായ ദുഷ്കർമ്മികൾ എന്റെ മാംസം തിന്നുവാൻ എന്നോട് അടുക്കുമ്പോൾ ഇടറി വീഴും. ഒരു സൈന്യം എന്റെ നേരെ പാളയമിറങ്ങിയാലും എന്റെ ഹൃദയം ഭയപ്പെടുകയില്ല. എനിക്ക് യുദ്ധം നേരിട്ടാലും ഞാൻ നിർഭയമായിരിക്കും. ഞാൻ യഹോവയോട് ഒരു കാര്യം അപേക്ഷിച്ചു, അത് തന്നെ ഞാൻ ആഗ്രഹിക്കുന്നു. യഹോവയുടെ മനോഹരത്വം കാണുവാനും അവന്റെ മന്ദിരത്തിൽ ധ്യാനിപ്പാനും എന്റെ ആയുഷ്കാലം ഒക്കെയും ഞാൻ യഹോവയുടെ ആലയത്തിൽ പാർക്കേണ്ടതിന് തന്നെ. അനർത്ഥ ദിവസത്തിൽ അവൻ തന്റെ കൂടാരത്തിൽ എന്നെ ഒളിപ്പിക്കും. തിരുനിവാസത്തിന്റെ മറവിൽ എന്നെ മറയ്ക്കും. പാറമേൽ എന്നെ ഉയർത്തും. ഇപ്പോൾ എന്റെ ചുറ്റുമുള്ള ശത്രുക്കളുടെ മേൽ എന്റെ തല ഉയരും. ഞാൻ അവന്റെ കൂടാരത്തിൽ ജയഘോഷയാഗങ്ങളെ അർപ്പിക്കും. ഞാൻ യഹോവയ്ക്ക് പാടി കീർത്തനം ചെയ്യും. യഹോവേ, ഞാൻ ഉറക്കെ വിളിക്കുമ്പോൾ കേൾക്കണമേ. എന്നോട് കൃപ ചെയ്ത് എനിക്ക് ഉത്തരം അരുളണമേ. എന്റെ മുഖം അന്വേഷിപ്പിൻ എന്ന നിങ്കൽ നിന്ന് കൽപ്പന വന്നു എന്ന് എന്റെ ഹൃദയം പറയുന്നു. യഹോവേ, ഞാൻ നിന്റെ മുഖം അന്വേഷിക്കുന്നു. നിന്റെ മുഖം എനിക്ക് മറക്കരുതേ. അടിയനെ കോപത്തോടെ നീക്കിക്കളയരുതേ. നീ എനിക്ക് തുണയായിരിക്കുന്നു. എന്റെ രക്ഷയുടെ ദൈവമേ, എന്നെ തള്ളിക്കളയരുതേ, ഉപേക്ഷിക്കുകയും അരുതേ. എന്റെ അപ്പനും അമ്മയും എന്നെ ഉപേക്ഷിച്ചിരിക്കുന്നു, എങ്കിലും യഹോവ എന്നെ ചേർത്തുകൊള്ളും. യഹോവേ, നിന്റെ വഴി എന്നെ കാണിക്കണമേ. എന്റെ ശത്രുക്കൾ നിമിത്തം നേരെയുള്ള പാതയിൽ എന്നെ നടത്തണമേ. എന്റെ വൈരികളുടെ ഇഷ്ടത്തിന് എന്നെ ഏൽപ്പിച്ചു കൊടുക്കരുതേ. കള്ളസാക്ഷികളും ക്രൂരത്വം വിശ്വസിക്കുന്നവരും എന്നോട് എതിർത്ത് നിൽക്കുന്നു. ഞാൻ ജീവനുള്ളവരുടെ ദേശത്ത് യഹോവയുടെ നന്മ കാണുമെന്ന് വിശ്വസിച്ചില്ലെങ്കിൽ കഷ്ടം. യഹോവയെങ്കിൽ പ്രത്യാശ വെക്കുക, ധൈര്യപ്പെട്ടിരിക്ക. നിന്റെ ഹൃദയം ഉറച്ചിരിക്കട്ടെ, അതെ, യഹോവയെങ്കിൽ പ്രത്യാശ വെക്കുക. ഈ സമയത്ത് ഭവന അംഗങ്ങളിൽ ഒരാൾക്ക് പ്രാർത്ഥിക്കാം. ആർക്കെങ്കിലും ഒരാൾക്ക് ഈ സമയത്ത് പ്രാർത്ഥിക്കാവുന്നതാണ്. നമ്മുടെ പ്രാർത്ഥനയിൽ നമ്മുടെ പ്രിയമുള്ളവരുടെ ഓർമ്മയ്ക്ക് മുമ്പിലാണ് നാം നിൽക്കുന്നത്. നമ്മുടെ വിശ്വാസം ശക്തിപ്പെടുന്നതിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. കാരണം ദൈവം നമ്മുടെ പ്രിയമുള്ളവരിലൂടെ തന്നിട്ടുള്ളതാണ് നമ്മുടെ വിശ്വാസം, ദൈവാശ്രയം, ആരാധന. തീർച്ചയായിട്ടും നമുക്ക് നൽകിയ ഇത്തരം ദൈവിക നന്മകളെ നാം പ്രിയമുള്ളവരുടെ ഓർമ്മകൾക്ക് മുമ്പിൽ ഓർക്കണം. മാത്രവുമല്ല, നാം പ്രത്യേകം മനസ്സിൽ സംഗ്രഹിക്കേണ്ട ഒരു കാര്യം, നമ്മളെല്ലാം നിത്യതയ്ക്ക് വേണ്ടി ദൈവം നമ്മെ അനുഗ്രഹിച്ചിരിക്കുകയാണ്. ഈ ഭൂമിയിൽ ഇവിടെ ദൈവത്തെ സേവിച്ച് ഒടുവിൽ നിത്യ അവകാശത്തിലേക്ക് ചേർക്കപ്പെടുവാനുള്ളതാണ് നാം ഓരോരുത്തരും. അതുകൊണ്ട് നമ്മുടെ പ്രത്യാശയുടെ ശ്രീകാരം നാം മുറുകെ പിടിക്കണം. നാം അതിനെക്കുറിച്ച് മറന്നു പോകരുത്. പ്രിയ മാതാപിതാക്കൾ നമുക്ക് കൈമാറിയ ഉത്തരവാദിത്വങ്ങളിലൂടെയും നിയോഗങ്ങളിലൂടെയും നാം സഞ്ചരിക്കുവാൻ നമ്മെ പ്രതിഷ്ഠിക്കണം.
മാതാവിന്റെ ഓർമ്മ നമ്മിൽ സജീവമാകുന്നത് അവർ നമുക്ക് നൽകിയ ഉത്തരവാദിത്വങ്ങളിൽ വിശ്വസ്തരാകുമ്പോഴാണ്. നമ്മുടെ പ്രിയമുള്ളവരുടെ ഓർമ്മ നമ്മിൽ സജീവമാകുന്നത് അവർ നമുക്ക് കൈമാറിയ നിയോഗങ്ങളിൽ നാം അതീവ വിശ്വസ്തയോടെ നിലകൊള്ളുമ്പോഴാണ്. നാം മറന്നു പോകരുത്. അതുകൊണ്ട് നമ്മുടെ ഹൃദയങ്ങളിൽ അവർ കൈമാറിയ ഉത്തരവാദിത്വങ്ങളെയും അത് നിർവഹിക്കുവാനുള്ള നമ്മുടെ സമർപ്പണവും ഉണ്ടായിരിക്കണം. ഒരാൾക്ക് ഈ സമയത്ത് പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ സ്വർഗ്ഗസ്ഥ പിതാവായ ദൈവമേ, ഈ സന്ധ്യാസമയത്ത് കർത്താവെ, വിവിധ ഭവനങ്ങളിൽ ഇരുന്നു കൊണ്ട് കർത്താവെ, അമ്മച്ചിയുടെ ഓർമ്മ ദിവസം കർത്താവെ, ഞങ്ങളായിരിക്കുന്ന ഭവനങ്ങൾക്ക് ഞങ്ങൾ കടന്നു വരുവാൻ തക്കണം കർത്താവിനെ മഹത്വപ്പെടുത്തുവാൻ സ്തുതിക്കുവാൻ തന്ന വലിയ കൃപക്കായി സ്തോത്രം ചെയ്ത് സ്തുതിക്കുന്നു കർത്താവെ. കർത്താവായ ദൈവമേ, കടന്നു വന്നിരിക്കുന്ന ഓരോ ഭവനങ്ങളിൽ ഇരിക്കുന്നവരെ കർത്താവിന്റെ കരങ്ങൾ ഞങ്ങളെ ഒരുപൂർവ്വമായി സമർപ്പിക്കുന്നു. യേശു കർത്താവെ, ആയിരിക്കുന്ന ഇടങ്ങൾ കർത്താവെ ഓരോരുത്തരെ അനുഗ്രഹിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, കഴിഞ്ഞ ഒരു പൽക്കാലം മുഴുവനും കർത്താവ് നീ ഞങ്ങളോട് ഉണ്ടായിരുന്നു. ഞങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ സൗഖ്യ അനുഗ്രഹങ്ങൾ തന്നു കർത്താവെ. ഞങ്ങളുടെ സംസാരത്തിലും ഞങ്ങളുടെ വാക്കിലും ഞങ്ങളുടെ പ്രവൃത്തിയിലും ഞങ്ങൾ തെറ്റിപ്പോയിട്ടുണ്ട്. അവിടുത്തെ വിശുദ്ധ രക്തം കൊണ്ട് ഞങ്ങളെ കഴുകണമേ എന്ന് ദിവസം പ്രാർത്ഥിക്കുന്നു കർത്താവെ. ദൈവമായ പിതാവേ, ഇന്നേ ദിവസം കർത്താവെ, അമ്മച്ചിയുടെ ഓർമ്മ ദിവസത്തിലേക്ക് ഞങ്ങള് കർത്താവെ, അമ്മച്ചിയെ പറ്റി ഞങ്ങൾ ഓർക്കുമ്പോൾ ദൈവമായ പിതാവേ, കർത്താവെ, ഞങ്ങൾക്ക് എത്ര നന്ദി പറഞ്ഞാലും മതി വരില്ല കർത്താവ്. അമ്മച്ചി സഭയോട്, കുടുംബത്തോട്, മക്കളോട്, സമൂഹത്തോട് കർത്താവെ, പേരക്കുട്ടികളോട്, ഓരോരുത്തരോടും അമ്മച്ചിയുടെ ആ ആത്മാർത്ഥമായിട്ടുള്ള അമ്മച്ചിന്റെ ഒരു സമർപ്പണം, അമ്മച്ചിന്റെ ഓരോ കഴിവുകളും, അമ്മച്ചിന്റെ സ്നേഹം, അമ്മച്ചി കർത്താവെ ഞങ്ങൾക്ക് തന്നിരിക്കുന്ന എല്ലാവിധ അനുഗ്രഹങ്ങൾക്ക് ഞങ്ങൾ ദൈവം ഭാഗത്ത് സ്തോത്രം ചെയ്ത് സ്തുതിക്കുന്നു കർത്താവെ. ദൈവമായ പിതാവ്, ഇപ്പോൾ അമ്മച്ചി നിത്യതയിലായിരിക്കും ഞങ്ങൾക്കറിയാം കർത്താവെ. നിന്റെ കരങ്ങളിലാകും കർത്താവെ. ദൈവമേ, അവിടെ ദൈവമേ സന്തോഷിക്കുന്നു ഞങ്ങൾക്കറിയാം. ദൈവമായ പിതാവെ, ഞങ്ങൾ ദൈവത്തിന് കരങ്ങൾ ഞങ്ങളെ പരിപൂർണമായി സമർപ്പിക്കുന്നു കർത്താവെ. അമ്മച്ചിന്റെ നിസ്വാർത്ഥമായിട്ടുള്ള ജീവിതം, അനേകർക്ക് അമ്മച്ചീസിനെ കൊടുത്ത സ്നേഹം കർത്താവെ, ഞങ്ങൾ ഈ സമയത്ത് ഓർക്കുന്നു കർത്താവെ. ദൈവമായ പിതാവെ, ഈ ലോകത്തിൽ ജീവിക്കുന്നതായിട്ടുള്ള ഞങ്ങളെ പരിപൂർണമായിട്ട് ഞങ്ങൾ സമർപ്പിക്കുന്നു. ഞങ്ങളുടെ മക്കളെ, ഞങ്ങളുടെ കൊച്ചുമക്കളെ, അതുപോലെ തന്നെ ഞങ്ങളുടെ കുടുംബാംഗങ്ങളെ, ഞങ്ങളുടെ സഹോദരങ്ങളെയും എല്ലാവരെയും കർത്താവിന്റെ കരം സമർപ്പിക്കുന്നു കർത്താവെ. അമ്മച്ചിയുടെ ആ നല്ല മാതൃക, അമ്മച്ചിയുടെ സ്നേഹം, നിസ്വാർത്ഥമായിട്ടുള്ള ജീവിതം കർത്താവെ, അമ്മച്ചി ഞങ്ങൾക്ക് തന്നിരിക്കുന്ന എല്ലാ നന്മകൾ കർത്താവെ, ഞങ്ങളത് പിന്തുടരുവാൻ തൊക്കണം കർത്താവെ. നിന്റെ പരിശുദ്ധാത്മാവിനാൽ ഞങ്ങളെ വഴി നടത്തുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമായ പിതാവെ, ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ കർത്താവെ ചെയ്ത എല്ലാ നന്മകളെയും ഞങ്ങൾ ഈ സമയത്ത് ഓർത്ത് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ദൈവമായ പിതാവെ, ഞങ്ങൾ ഈ ലോകത്തിൽ ഞങ്ങൾ ജീവിക്കുമ്പോൾ കർത്താവെ, ഞങ്ങൾ മുമ്പിലുള്ള ഓട്ടം സ്ഥിരതയോടുകൂടെ ഓടുവാൻ തക്കണം. തടസ്സങ്ങൾ, പ്രയാസങ്ങൾ എല്ലാം ഞങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ കർത്താവെ, ദൈവമായ പിതാവ് കർത്താവെ ഞങ്ങളെ വഴി നടത്തുമാറാകണം തന്നെ. ഞാൻ തന്നെ വഴിയും സത്യം ജീവനുമാകും നിന്റെ വചനം പറയുന്നല്ലോ കർത്താവെ. ആ പാത പിന്തുടർന്ന് കർത്താവെ, ഞങ്ങൾ നന്മ ചെയ്തുകൊണ്ട് ആ നിത്യതയിലേക്കുള്ള ഒരുക്കം ഞങ്ങൾക്ക് തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ബുദ്ധിയുള്ള കനികളെ പോലെ കർത്താവെ, അങ്ങ് ഞങ്ങൾ വിളിക്കുന്ന സമയത്ത് ഞങ്ങൾ ഒരുങ്ങി കർത്താവെ, ഹല്ലേലൂയ, ഞങ്ങൾ നിന്റെ സന്നിധിയിൽ വരുവാൻ തക്കണം കർത്താവെ. നീ ഞങ്ങൾ ഒരുക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ദൈവമായ പിതാവെ, കടന്നു വന്നിരിക്കുന്ന ഏവരെയും ദൈവത്തിന്റെ കരം സമർപ്പിക്കുന്നു. ദൈവം ഞങ്ങളുടെ സഹോദരങ്ങൾ എല്ലാവരും ഓർത്ത് പ്രാർത്ഥിക്കുന്ന ബീന കുടുംബത്തെയും കർത്താവെ കുടുംബത്തെയും, റീജനെയും കുടുംബത്തെയും കർത്താവെ, ദൈവമേ എല്ലാവരും, പ്രാണിനെയും കുടുംബത്തെയും കർത്താവെ, മക്കളെ, കൊച്ചുമക്കൾ എല്ലാവരെയും അവർ ചെയ്തിരിക്കുന്ന ഓരോ ശുശ്രൂഷകളെ കർത്താവെ മാനിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രത്യേക റാണിയും ജെമിയും കർത്താവ് അനേക നാളുകൾ കർത്താവെ അമ്മച്ചിനെ ശുശ്രൂഷിപ്പാൻ തക്കണം കർത്താവിനെ അവരെ എത്തിപ്പിടിച്ച സ്തോത്രം. രോഗങ്ങൾ, പ്രയാസങ്ങൾ, ഭാരങ്ങളെല്ലാം ഉണ്ടായിരുന്നെങ്കിലും അവർ കർത്താവെ ഏറ്റവും നന്നായിട്ട് അമ്മയെ സംശയം ശുശ്രൂഷിപ്പാൻ തക്കണം കർത്താവെ. നീ അവർക്ക് ഒത്തിരിക്കുന്ന വലിയ കൃപക്കായിട്ട് ഹല്ലേലൂയ സ്തോത്രം ചെയ്ത് സ്തുതിക്കുന്നു. ദൈവമായ പിതാവേ, നിന്റെ മക്കളെ അനുഗ്രഹിക്കണമേ കർത്താവെ. അവർക്ക് വേണ്ട സൗഖ്യം, ആരോഗ്യത്തെ എല്ലാം കർത്താവ് കൊടുക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു പിതാവേ. ദൈവമായ പിതാവേ, ഞങ്ങൾ സമയത്ത് അച്ഛനെയും കുടുംബത്തെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. യേശു കർത്താവെ, അച്ഛനെ അനുഗ്രഹിക്കണമേ. അച്ഛനായിരിക്കുന്ന സഭയിൽ കർത്താവെ, ദൈവം ഏൽപ്പിച്ചിരിക്കുന്ന ആ ഉത്തരവാദിത്തങ്ങളെല്ലാം തുടർന്നും കർത്താവ് വിശ്വസ്തോടെ ചെയ്യുവാൻ തക്കണം. നിന്റെ മകനെയും കുടുംബത്തെയും സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് കൊച്ചമ്മയുടെ കർത്താവ് ജന്മദിവസമാകുന്നു. കർത്താവ് നിന്റെ മകളെ കർത്താവെ അനുഗ്രഹിക്കണമേ. ഈ വർഷവും കർത്താവ് വേണ്ടതായിട്ടുള്ള അനുഗ്രഹം, ആയുസ്, ആരോഗ്യം, ബലവും സന്തോഷവും സമാധാനം നിന്റെ മകൾക്ക് ഇനി കൊടുക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. യേശു കർത്താവെ, ദൈവമേ പിതാവിയുടെ കടന്നു ഞങ്ങളുടെ ഈ സൂമിൽ ഇരിക്കുന്ന എല്ലാ കുടുംബാംഗങ്ങളെയും പേരായിട്ട് ഓർത്ത് പ്രാർത്ഥിക്കുന്നു. വാർദ്ധക്യത്തിലിരിക്കുന്നവരുണ്ട്,
രോഗത്തിലായിരിക്കുന്നവരുണ്ട്. അവർ ഓരോരുത്തരും കർത്തൃ സമീപസ്ഥനായിരുന്നു അവർക്ക് വേണ്ടതായിട്ടുള്ള അനുഗ്രഹങ്ങളും കൃപകളും നൽകണമേ. ഇന്നത്തെ കൂട്ടായ്മയിൽ കർത്താവെ ഞങ്ങൾക്ക് തന്നിരിക്കുന്ന എല്ലാ നന്മകൾക്കായി സ്തോത്രം. അച്ഛന്റെ ശുശ്രൂഷക്കായി സ്തോത്രം ഞാൻ സ്തുതിക്കുന്നു. എല്ലാം യേശുവിന്റെ നാമത്തിൽ താഴ്മയുടെ ഭീഷണിപ്പെടെ കേൾക്കുമാറാകണമേ. ആമേൻ. താങ്ക് യു. ഈ സമയത്ത് സിയോൻ സഞ്ചാരി ഞാൻ യേശുവിൽ ചാരി ഞാൻ എന്നുള്ള പാട്ട് അതാണ് നമ്മൾ പാടാൻ ഉദ്ദേശിക്കുന്നത്. അതിന്റെ ഏതാനും ചരണങ്ങൾ മാത്രമാണ്. ഭവനാംഗങ്ങളിൽ ആർക്കെങ്കിലും ഈ പാട്ട് പാടണമെന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് പാടാം, അല്ലെങ്കിൽ ഞാൻ പാടുന്നതാണ്. ആർക്കെങ്കിലും കുടുംബമായിട്ട് ഈ പാട്ടിന് നേതൃത്വം കൊടുക്കാൻ പറ്റുമെങ്കിൽ ഒന്ന് പറഞ്ഞാൽ ഉപകാരം. സിയോൻ സഞ്ചാരി ഞാൻ യേശുവിൽ ചാരി. ആർക്കെങ്കിലും സാധിക്കുമോ? എങ്കിൽ നിങ്ങൾക്ക് ഇതിനുള്ള അവസരമുണ്ട്. സിയോൻ സഞ്ചാരി ഞാൻ യേശുവിൽ ചാരി. നിങ്ങളത് പറഞ്ഞാൽ നിങ്ങൾക്ക് പാടാം. പാടുന്നുണ്ടോ ആരെങ്കിലും? ഓക്കെ, ഞാനിത് ആലപിക്കുകയാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ ഭവനങ്ങളിൽ ഇന്ന് പാട്ട് ഒരുമിച്ച് പാടാനായിട്ട് സാധിക്കും. നിങ്ങളുടെ മറ്റുള്ളവരുടെ മൈക്സ് എല്ലാം മ്യൂട്ട് ചെയ്ത് വെക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. എന്നാലും വോയിസ് ക്ലിയർ ആയിട്ട് നിങ്ങൾ അത് പ്രസ്തുത സമയം നിങ്ങൾ നിങ്ങളുടെ വീട്ടിലിരുന്ന് ഈ പാട്ട് ഈ കൂട്ടായ്മയുടെ ഭാഗമായിട്ട് പാടുകയും ചെയ്യാം. സിയോൻ സഞ്ചാരി ഞാൻ യേശുവിൽ ചാരി ഞാൻ പോകുന്നു കുരിശിന്റെ പാതയിൽ. സിയോൻ സഞ്ചാരി ഞാൻ യേശുവിൽ ചാരി ഞാൻ പോകുന്നു കുരിശിന്റെ പാതയിൽ. മോക്ഷയാത്രയാണിത് ഞാൻ നടപ്പത്, കാഴ്ചയാലയല്ല വിശ്വാസത്താലയാം. മോക്ഷയാത്രയാണിത് ഞാൻ നടപ്പത്, കാഴ്ചയാലയല്ല വിശ്വാസത്താലയാം. വീഴ്ചകൾ താഴ്ചകൾ വന്നിടും വേളയിൽ രക്ഷകൻ കൈകളിൽ താങ്ങിടും. വീഴ്ചകൾ താഴ്ചകൾ വന്നിടും വേളയിൽ രക്ഷകൻ കൈകളിൽ താങ്ങിടും. സിയോൻ സഞ്ചാരി ഞാൻ യേശുവിൽ ചാരി ഞാൻ പോകുന്നു കുരിശിന്റെ പാതയിൽ. എന്നെ നേടിയ സന്തോഷമോർത്തതാൽ നിന്ദകൾ സഹിച്ചു മരിച്ച നാഥനേ. എന്നെ നേടിയ സന്തോഷം ഓർത്തതാൽ നിന്ദകൾ സഹിച്ചു മരിച്ച നാഥനേ. ധ്യാനിച്ചും മാനിച്ചും സേവിച്ചും പോകയിൽ ക്ഷീണമെന്തെന്നറിയില്ല ഞാൻ. സിയോൻ സഞ്ചാരി ഞാൻ യേശുവിൽ ചാരി ഞാൻ പോകുന്നു കുരിശിന്റെ പാതയിൽ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ തന്നെ ആമേൻ. ഏതാനും സമയം തിരുവചനം ധ്യാനിക്കാൻ നാം പോവുകയാണ്. ചുരുങ്ങിയ നിമിഷങ്ങൾ മാത്രം. എന്റെ സൗണ്ട് ക്ലിയർ ആണോ? ഹലോ, ഓക്കെ. മറ്റുള്ളവരുടെ മൈക്സ് മ്യൂട്ട് തന്നെ ആയിക്കോട്ടെ, മ്യൂട്ടഡ് തന്നെ ആയിക്കോട്ടെ. ഞാൻ ഇന്ന് വായിച്ചു കേട്ട 27-ാം സങ്കീർത്തനം, അത് വ്യക്തമായിട്ടാണ് നിങ്ങളത് വായിച്ചത്. സന്തോഷം ആയതിനാൽ ആ സങ്കീർത്തനത്തിന്റെ ഭാഗത്തു നിന്നും ചില കാര്യങ്ങൾ ഞാൻ നമ്മുടെ ശ്രദ്ധയിൽ കൊണ്ടുവരികയാണ്. വളരെ 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 ശക്തിമത്തായ ഒരു സങ്കീർത്തനമാണ്, ഒരു പ്രത്യാശയുടെ സങ്കീർത്തനമാണ്. ഇത് ദാവീദിന്റെ ഒരു സങ്കീർത്തനമാണ്. നമുക്കറിയാം ദാവീദിന്റെ ജീവിതത്തിൽ എതിരിട്ട ജീവിത പ്രതിസന്ധി ആയതിനാൽ ഈ സങ്കീർത്തനം നമുക്ക് വളരെ നമ്മുടെ ജീവിതത്തിന്റെയും പ്രതിസന്ധികളിൽ ധ്യാനിക്കുവാൻ, കൂടുതൽ പ്രത്യാശയുടെ തണലിലൂടെ സഞ്ചരിക്കുവാൻ ദൈവം തമ്പുരാൻ നമ്മെ ഒരുക്കുന്ന ഒരു സങ്കീർത്തനമാണ്. ഈ സങ്കീർത്തനത്തിന്റെ
എന്റെ ജീവന്റെ ബലം ഞാൻ ആരെ പേടിക്കും? സ്തോത്രം. ഇവിടെ സങ്കീർത്തനക്കാരൻ ആരംഭത്തിൽ പറഞ്ഞു, യഹോവ എന്റെ വെളിച്ചം, എന്റെ രക്ഷ, ഞാൻ ആരെ ഭയപ്പെടും? യഹോവ എന്റെ ജീവന്റെ ബലം, ഞാൻ ആരെ പേടിക്കും? സ്തോത്രം. നമുക്കറിയാം നമ്മുടെ ജീവിത മേഖലകളിലൂടെ സഞ്ചരിക്കുമ്പോൾ നമുക്ക് ആവശ്യമുള്ളതൊക്കെ യേശുവാണ്. അത് യേശു കർത്താവ് വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഞാൻ ലോകത്തിന്റെ വെളിച്ചം എന്ന് അവൻ പറഞ്ഞിട്ടുണ്ട്. വിശുദ്ധ യോഹന്നാൻ സുവിശേഷം 8-ാം അധ്യായം. യേശു കർത്താവ് പറഞ്ഞു യോഹന്നാൻ 6 ഞാൻ ജീവന്റെ അപ്പം. അപ്പൊ നമുക്ക് എന്തൊക്കെ വേണം? വെളിച്ചം ആവശ്യമാണെങ്കിൽ, നമുക്ക് ആഹാരം ആവശ്യമാണെങ്കിൽ, നമുക്ക് അഭയം ആവശ്യമാണെങ്കിൽ, നമ്മുടെ ജീവിതത്തിൽ ജ്ഞാനം ആവശ്യമാണെങ്കിൽ, നമ്മുടെ ജീവിതത്തിൽ സഹായം ആവശ്യമാണെങ്കിൽ, അങ്ങനെ എന്തു വേണ്ട എന്തിനും ഏതിനും നമ്മുടെ യേശു മശിഹ നമുക്ക് നമ്മുടെ കൂടെയുണ്ട്. നമുക്ക് മതിയായവൻ എത്രയെന്ന് നമ്മളെല്ലാവരും മനസ്സിലാക്കണം. കുറച്ച് കാര്യങ്ങൾ ഇവിടെ പറഞ്ഞിട്ടുണ്ട്. ഒന്ന്, ഈ ഒരു പ്രാർത്ഥന നമുക്കെല്ലാവർക്കും ഈ ഒരു സങ്കീർത്തനത്തിൽ ഒരു നമുക്കെല്ലാവർക്കും സുഗ്രാഹ്യമായ ഒരു പ്രാർത്ഥന തന്നെയാണ് ഈ ഒരു സങ്കീർത്തനം എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും. പ്രത്യാശയുടെ ഒരു പ്രാർത്ഥനയായിട്ട് ഈ സങ്കീർത്തനം നമുക്കിന്ന് മനസ്സിലാക്കാം. സങ്കീർത്തനക്കാരൻ പറയുന്നു, യഹോവ എന്റെ വെളിച്ചം, എന്റെ രക്ഷ. അതുകൊണ്ട് എനിക്ക് ധൈര്യമുണ്ടെന്നാണ് സങ്കീർത്തനക്കാരൻ പറയുന്നത്. ഒരു സൈന്യം എന്റെ നേരെ പാളയം ഇറങ്ങിയാലും എന്റെ ഹൃദയം ഭയപ്പെടില്ല. എനിക്ക് യുദ്ധം നേരിട്ടാലും ഞാൻ നിർഭയമായിരിക്കും എന്നാണ് പറയുന്നത്. 4-ാമത്തെ വാക്യം ശ്രേഷ്ഠമായ ഒരു പ്രാർത്ഥനയാണ്. ഞാൻ യഹോവയുടെ ഒരു കാര്യം അപേക്ഷിച്ചു, അത് തന്നെ ആഗ്രഹിക്കുന്നു, യഹോവയുടെ മനോഹരത്വം കാണാനും അവന്റെ മന്ദിരത്തിൽ ധ്യാനിപ്പാനും എന്റെ ആയുഷ്കാലമൊക്കെയും ഞാൻ യഹോവയുടെ ആലയത്തിൽ പാർക്കേണ്ടതിന് തന്നെ. സ്തോത്രം. ഒരു മനുഷ്യന്റെ ഹൃദയത്തിൽ ഉരുവാകേണ്ട സത്യസന്ധമായ ഒരു വികാരമാണ്, എനിക്ക് ജീവിതം തന്ന എന്റെ സ്വർഗീയ താതനോടൊന്നിച്ച് ഞാൻ ജീവിക്കും എന്നുള്ളത്. സങ്കീർത്തനക്കാര് അനിവാര്യവും അത്യന്താപേക്ഷിതവുമായ ഒരു പ്രാർത്ഥന വചസ്സുമായി ദൈവത്തിന്റെ സന്നിധി. അത് മറ്റൊന്നുമല്ല, എനിക്കൊരു കാര്യം അപേക്ഷിക്കുവാനുണ്ട്, അതാണ് എൻ്റെ ആഗ്രഹം. യഹോവയുടെ മനോഹരത്വം കാണണം, അവന്റെ മന്ദിരത്തിൽ ധ്യാനിക്കണം. മാത്രമല്ല എൻ്റെ ആയുഷ്കാലം മുഴുവനും അവനോട് ഒന്നിച്ച് ഞാനായിരിക്കണം. ഒന്ന്, ഏറ്റവും ശ്രേഷ്ഠമായ ഒരു പ്രാർത്ഥനയിലൂടെ സങ്കീർത്തനക്കാരൻ സഞ്ചരിക്കുന്നു. മുന്നോട്ട് പോകുന്നതായ സമയത്ത് അവൻ തന്നെ ദൈവസന്നിധിയിൽ സമർപ്പിക്കുന്നതായിട്ടും നമുക്ക് അവിടെ കാണാൻ സാധിക്കുന്നു. അതാണ് പറയുന്നത്, എൻ്റെ ആയുഷ്കാലം മുഴുവനും അവരുടെ മന്ദിരത്തിൽ ആലയത്തിൽ പാർക്കേണ്ടതിന് തന്നെ. അടുത്തതായിട്ട് സങ്കീർത്തനക്കാരൻ പറയുന്നു, അനർത്ഥ ദിവസത്തിൽ അവൻ തന്റെ കൂടാരത്തിൽ എന്നെ ഒളിപ്പിക്കും, നിവാസത്തിന്റെ മറവിൽ എന്നെ മറയ്ക്കും, പാറമേൽ എന്നെ ഉയർത്തും. ഇത് സങ്കീർത്തനക്കാരന്റെ വിശ്വാസമാണ്. വേർഡ്സ് ഓഫ് ബിലീഫ്. അവൻ അത്രമാത്രം ദൈവത്തോട് വിശ്വാസം അവനുണ്ട്. 6-ാമത്തെ വാക്യം, ഇപ്പോൾ എൻ്റെ ചുറ്റുമുള്ള ശത്രുക്കളുടെ മേൽ എൻ്റെ തല ഉയരും, ഞാൻ അവന്റെ കൂടാരത്തിൽ ജയഘോഷയാഗങ്ങളെ അർപ്പിക്കും, ഞാൻ കർത്താവിന് പാടി കീർത്തനം ചെയ്യും. ഇതൊരു സാക്ഷ്യത്തിന്റെ വാക്കാണ്. കാരണം ഇത്രയും ലഭ്യമായി കഴിഞ്ഞാൽ അല്ലെങ്കിൽ ലഭിച്ചിരിക്കുന്ന ഞാൻ ദൈവ മുമ്പാകെ എൻ്റെ ജീവിതത്തെ ക്രമപ്പെടുത്തും, അല്ലെങ്കിൽ മറ്റുള്ളവരുടെ മുമ്പിൽ ഞാൻ ആ ദൈവത്തെ മഹത്വീകരിക്കും എന്നുള്ളതാണ് സങ്കീർത്തനക്കാരൻ പറയുന്നത്. പ്രിയമുള്ളവരെ, എന്തുകൊണ്ടാണ് നമുക്ക് ദാവീദിനെ കുറിച്ചൊന്ന് ആലോചിക്കാം. ദാവീദിനെ കുറിച്ച് ആലോചിക്കുന്ന സമയത്ത് എപ്പോഴും പ്രശ്നങ്ങൾ കണ്ടുകൊണ്ടാണ് അവന്റെ ജീവിതം മുന്നോട്ട് പോയിട്ടുള്ളത്. കാരണം നമുക്കറിയാം, ബാലനായിരിക്കുമ്പോൾ തന്നെ രാജാവായി അഭിഷേകം ചെയ്യപ്പെട്ടാൽ വീണ്ടും 9 വർഷം വെറുതെ കാത്തിരുന്നു. എന്തിനാണ്? ഈ അഭിഷേകം ഒന്ന് യാഥാർത്ഥ്യമായി തീരുവാൻ. എന്നാൽ അത്രയും അവൻ കാത്തിരുന്നില്ലേ? എന്തിനേറെ പറയുന്നു, ഇസ്രായേലിന്റെ ആദ്യ രാജാവായിട്ടുള്ള ശൗൽ അവനെ പലപ്പോഴും ആക്രമിക്കുവാനും കൊല്ലുവാനും ഏർപ്പെട്ടപ്പോഴും അവന്റെ വിശ്വാസത്തിന് കോട്ടം വന്നോ? അവന്റെ ദൈവാശ്രയത്തിന് കോട്ടം വന്നോ? അവന്റെ ആരാധനയ്ക്ക് കോട്ടം വന്നോ? ഇല്ല. അവൻ ഈ കൊച്ചു പ്രായം മുതൽ തന്നെ കുറിച്ചുള്ള ദൈവനിയോഗം എന്താണോ അത് പൂർത്തീകരിക്കുന്നത് വരെയും അവന്റെ മനസ്സിൽ ദൈവം എന്നുള്ള ഒരു വാക്കും അതോടൊപ്പം തന്നെ ആരാധനയും അവനുണ്ടായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും. അതുകൊണ്ടാണ് ദാവീദ്
ആലയം പണിയാനായിട്ടുള്ള സജ്ജീകരണങ്ങൾ ഒരുക്കിയത്. ആലയം പണിയുന്നതിനുള്ള സജ്ജീകരണം മാത്രമല്ല, ആരാധിക്കുന്നതിനുള്ള മുഖാന്തരങ്ങളും ദാവീദ് ഒരുക്കി. സങ്കീർത്തനം ഇല്ലാത്തൊരു ആരാധനയുണ്ടോ? അപ്പോൾ ആരാധന ആലയം പണിയുവാൻ സജ്ജീകരണം ഒരുക്കുമ്പോൾ തന്നെ ആരാധന ഹൃദയത്തിന്റെ അനുഭവത്തിലൂടെയും ദാവീദ് കടന്നുപോയി. സ്തോത്രം. നിങ്ങൾ ചില കാര്യങ്ങൾ മാത്രം മനസ്സിലാക്കുക. ഒന്ന്, പ്രശ്നങ്ങളെ കണ്ടറിയുവാനുള്ള ജ്ഞാനം ദാവീദിനുണ്ടായി. തെറ്റിനെ തെറ്റുകൊണ്ട് അവൻ നേരിട്ടില്ല. ഓരോ തെറ്റിനു മുമ്പിലും ദൈവ സന്നിധിയിൽ ഒന്ന് യഥാസ്ഥാനപ്പെടുവാൻ അവന് സാധിച്ചിട്ടുണ്ട്. എല്ലാ അവസരങ്ങളിലും ദൈവത്തിലുള്ള വിശ്വാസം അവൻ മുറുകെ പിടിച്ചു. നാലാമതായി ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്, അത് നമ്മൾ ഇന്ന് മാതാവിന്റെ ഓർമ്മകൾക്ക് മുമ്പിൽ നിൽക്കുമ്പോൾ മക്കളും കൊച്ചുമക്കളും തലമുറകളും ഒക്കെ ഓർക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. അതെങ്ങനെയാണ്? ഒരു സന്തോഷത്തിന്റെ ആത്മാവിനെ ദാവീദ് എപ്പോഴും നിലനിർത്തി. നിങ്ങൾ മനസ്സിലാക്കണം, ഒരു സന്തോഷത്തിന്റെ ആത്മാവിനെ ദാവീദ് എപ്പോഴും നിലനിർത്തി. എൻ്റെ പ്രിയ സഹോദരങ്ങളെ, നമ്മള് പ്രിയ മാതാവിന്റെ ഓർമ്മകൾക്ക് മുമ്പിൽ നിൽക്കുമ്പോഴും നമ്മുടെ ഒരുപാട് പ്രിയപ്പെട്ടവരുടെ ഓർമ്മകൾ നമ്മുടെ ഹൃദയങ്ങളിലുണ്ട്. ഇഹം വിട്ട് കടന്ന് ദൈവസന്നിധി വിശ്രമിക്കുന്ന ഒരുപാട് പ്രിയമുള്ളവർ നമ്മുടെ ഓർമ്മകളിൽ ഇനി മറയുകയാണ്. അവർ നമുക്ക് തന്നത് എന്താണ്? അവർ നമ്മോട് പറഞ്ഞത് എന്താണ്? അവർ നമ്മളിൽ നിന്ന് പ്രതീക്ഷിച്ചത് എന്താണ്? അവരുടെ ഓർമ്മകൾ നമ്മിൽ സജീവമാകുന്നത് അവർ നമ്മളെക്കുറിച്ച് ആഗ്രഹിച്ചത് നമ്മിലൂടെ നിറവേറുമ്പോഴാണ്. 93 വയസ്സ് വരെ എപ്പോഴെങ്കിലും പ്രിയ മാതാവ് അക്ഷമയോടെ അമർഷത്തോടെ നിലകൊള്ളുന്നത് നമ്മൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? 93-ാമത്തെ വയസ്സിൽ കർത്താവിന്റെ സന്നിധിയിലേക്ക് എടുക്കപ്പെടുമ്പോഴും തൻ്റെ ആധിയിലും വ്യാധിയിലും തൻ്റെ പ്രയാസങ്ങളിലും പ്രതിബന്ധങ്ങളിലും ദൈവത്തോട് അനുദിനം ഇടപെടുകയും ദൈവ മുമ്പാകെ തന്നെ വിധേയപ്പെടുത്തുകയും ചെയ്ത ഒരു മാതാവിനെയാണ് കണ്ടെത്തിയത്. നമ്മൾ മറന്നു പോകരുത്. വിശ്വാസത്തിൽ, വിശുദ്ധിയിൽ, ആശ്രയത്തിൽ, ആരാധനയിൽ, പ്രത്യാശയിൽ ഉറച്ചു നിന്ന ഒരു മാതാവിന്റെ മക്കളായി, മരുമക്കളായി, പേരക്കുഞ്ഞുങ്ങളായി ജീവിച്ച നമുക്ക് മാതാവിന്റെ ഈ ഓർമ്മയുടെ പശ്ചാത്തലത്തിൽ മാതാവിന്റെ വിശ്വാസത്തെ ശക്തിയോടെ പിൻവച്ചുവാനുള്ള ഒരു സമർപ്പണമാണ് ഉണ്ടാകേണ്ടത്. 27-ാം സങ്കീർത്തനം 4. ഞാൻ യഹോവയോട് ഒരു കാര്യം അപേക്ഷിച്ചു, അത് തന്നെ ഞാൻ ആഗ്രഹിക്കുന്നു, യഹോവയുടെ മനോഹരത്വം കാണുവാനും അവന്റെ മന്ദിരത്തിൽ ധ്യാനിപ്പാനും എൻ്റെ ആയുഷ്കാലമൊക്കെയും ഞാൻ യഹോവയുടെ ആലയത്തിൽ പാർക്കേണ്ടതിന് തന്നെ. ഞാൻ കൂടുതലായിട്ട് അവിടെ വായിക്കുന്നില്ല, അവസാനിപ്പിക്കുകയാണ്. 1-ാമത്തെ വാക്യത്തിൽ യഹോവ എൻ്റെ വെളിച്ചം, എൻ്റെ രക്ഷ, ഞാൻ ആരെ ഭയപ്പെടും? യഹോവ എൻ്റെ ജീവന്റെ ബലം, ഞാൻ ആരെ പേടിക്കും? അവസാനത്തെ വാക്യം ഇങ്ങനെയാണ്, ഞാൻ ജീവനുള്ളവരുടെ ദേശത്ത് യഹോവയുടെ നന്മ കാണുമെന്ന് വിശ്വസിച്ചില്ലെങ്കിൽ കഷ്ടം. അവസാനമായിട്ട് ഇങ്ങനെ പറയുന്നു, യഹോവയെങ്കിൽ പ്രത്യാശ വെച്ചുകൊള്ളുക, ധൈര്യപ്പെട്ടിരിക്കുക, നിന്റെ ഹൃദയം ഉറച്ചിരിക്കട്ടെ, അതേ യഹോവയെങ്കിൽ പ്രത്യാശ വെച്ചുകൊള്ളുക. ദൈവം നിങ്ങളെയൊക്കെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ ദൈവമായ കർത്താവേ, അനുഗ്രഹപൂർണമായ ഒരു ദിവസത്തിന്റെ സായാഹ്നത്തിൽ അതീവ വിശ്വാസത്തോടും ആത്മശക്തിയോടും തിരുമുമ്പാകെ നിലകൊള്ളുവാൻ ഞങ്ങളുടെ ഹൃദയം സജീവമായി നിന്നെ മഹത്വപ്പെടുത്തുകയാണ്. കർത്താവെ, താഴ്മയുടെയും വിനയത്തിന്റെയും സന്തോഷത്തിന്റെയും സമാധാനത്തിന്റെയും പ്രത്യാശയുടെയും അനുഭവം ഞങ്ങളെ പഠിപ്പിച്ച പ്രിയമുള്ളവരിൽ കർത്താവ് ഞങ്ങൾ ശ്രദ്ധ കേന്ദ്രീകരിക്കുമ്പോൾ അല്പം പോലും അവർ ഞങ്ങൾക്ക് കൈമാറിയ ഈ സുഹൃതങ്ങളിൽ നിന്നും വഴിതെറ്റി പോകാതിരിപ്പാൻ ഞങ്ങളെ സഹായിക്കണം. ഭവനമായി എല്ലാവരെയും അനുഗ്രഹിക്കണം. മക്കൾ 5 പേരെയും പ്രത്യേകിച്ച് കർത്തൃസന്നിധി പ്രവേശിപ്പിക്കപ്പെട്ട മക്കളുടെ നല്ല ജീവിതത്തിനായി ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. കർത്താവ്, ഇപ്പോൾ പ്രാർത്ഥനയോടെ തിരുമുമ്പാകെ നിലകൊള്ളുന്ന എല്ലാ മക്കൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കൊച്ചുമക്കളെയും ഞങ്ങൾ ഓർത്ത ദൈവത്തെ സ്തുതിക്കുന്നു. ഒരു കുടുംബത്തെയും ഓർക്കുന്നു. കുഞ്ഞുങ്ങളെ, ചെറിയ കുഞ്ഞുങ്ങളെ പ്രത്യേകം ഞങ്ങൾ ഓർക്കട്ടെ. എല്ലാവരെയും ആത്മാവിനാൽ ബലപ്പെടുത്തണമേ. പ്രത്യാശയിൽ ഉറച്ചു നിൽപ്പാൻ ഞങ്ങൾ സഹായിക്കണമേ. വരുന്നവനായ ക്രിസ്തുവിൽ ഞങ്ങൾക്കുള്ള അവകാശം എടുത്തുകൊള്ളുവാൻ പാകത്തിന് ഞങ്ങൾ പ്രിയ റോബിൻസൺ അച്ഛന്റെ ഓർമ്മകളെയും ഞങ്ങളുടെ ഹൃദയത്തിൽ സജീവമാക്കുകയാണ്.
യേശുനായക നിന്റെ കരങ്ങളിൽ വന്നു ചേർന്നിട്ടുള്ള എല്ലാ മക്കളെയും സമർപ്പിക്കുന്നു. ചില ഭാരങ്ങളുണ്ട്, ആ ഭാരങ്ങൾ യേശു ഏറ്റെടുത്തിട്ടുണ്ട്. നന്ദിയോടെ സ്തോത്രം. സർവ്വബഹുമാനവും മഹത്വം ഏൽപ്പിക്കുന്ന വചനത്തിന്റെ മുമ്പിൽ ഞങ്ങളെ വിനയപ്പെടുത്തുന്നു. മാതാവിന്റെ അവസാന നാളുകളിൽ സ്നേഹിച്ച, കരുതിയ, ശുശ്രൂഷിച്ച എല്ലാവരെയും പ്രതിഫലം നൽകി യേശു അനുഗ്രഹിക്കുമല്ലോ. ഈ നാളുകളിൽ കർത്താവ് ഭവനത്തോട് ചേർന്ന സങ്കടങ്ങളിൽ ആശ്വാസവാക്കുകൾ പങ്കുവെച്ച എല്ലാവരെയും സമൃദ്ധിയായി അനുഗ്രഹിക്കണമേ. മഹത്വവാനായിരിക്കണം. യേശു മശീഹായുടെ പേരിൽ ഞങ്ങൾ ചോദിക്കുന്ന കൃപയോടെ കേൾക്കണമേ. ആമേൻ. കർത്താവിന്റെ പ്രാർത്ഥനയിൽ നാം ഒരുമിച്ച് പങ്കുചേരുക. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, തിരുനാമം വിശുദ്ധീകരിക്കപ്പെടണമേ. തിരുരാജ്യം വരണമേ. തിരുവിഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളെ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പരീക്ഷയിൽ കടത്താതെ ദുഷ്ടങ്ങളിൽ നിന്ന് ഞങ്ങളെ വിടുവിക്കണമേ. രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങേക്കുള്ളതല്ലോ. ആമേൻ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവശക്തനായ ദൈവത്തിന്റെ ദിവ്യ അനുഗ്രഹം, ദിവ്യ സമാധാനം, ദിവ്യാശ്വാസം നിങ്ങൾ ഏവരോടുകൂടെയും ഉണ്ടായി എല്ലായ്പ്പോഴും നിങ്ങളോടുകൂടെ കർത്താവിന്റെ വരവ് വരെയും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ. ഈ സമയത്ത് ആർക്കെങ്കിലും ഒരാൾക്ക് കൃതജ്ഞത പ്രസ്താവിക്കാം. അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് മാതാവിനെ കുറിച്ച് എന്തെങ്കിലും പറയാനുള്ള ഒരു അവസരം കൂടി ഈ സമയമുണ്ട്. നിങ്ങൾക്കത് പ്രയോജനപ്പെടുത്താവുന്നതാണ്. നന്ദി. അയ്യ, കുട്ടികളൊരു പാട്ടുണ്ട്. യെസ്. പാട്ട് നിങ്ങൾക്ക് പാടാം. പ്രസാദ, താങ്ക് യു. അച്ഛാ, സംസാരിച്ചു. അച്ഛൻ വന്നതില് സന്തോഷം. പ്രാർത്ഥന കണ്ടക്ട് ചെയ്തതൊക്കെ ഞങ്ങളെ നന്ദി, കുടുംബത്തിന് നന്ദി അറിയിക്കുകയാണ്. താങ്ക് യു സോ മച്ച്. പ്രിയ അമ്മാമ്മയെ എനിക്ക് വളരെ പരിചയമുണ്ട്, നിങ്ങൾക്കറിയാലോ. സമയത്തിന്റെ പരിമിതി പെട്ടെന്ന് ഈ സൂമിന്റെ അതിന്റെ ഒരു നമ്മൾ വിചാരിച്ച പോലെ ചിലപ്പോൾ സൂം കിട്ടിയെന്ന് വരില്ല. നമ്മൾ പെയ്ഡ് അല്ലല്ലോ, ഇത് നമുക്ക് കിട്ടുന്ന കോംപ്ലിമെന്ററി
ഇതല്ലേ. അതുകൊണ്ട് പിന്നെ അതാണ് ഞാൻ അധികം ലെങ്തി ആക്കാത്തത് പ്രാർത്ഥന. ചിലപ്പോൾ എന്തെങ്കിലും ഈ നെറ്റ് പ്രോബ്ലം ഏതെങ്കിലും ഭവനത്തിലുണ്ടെങ്കിൽ ഈ പ്രാർത്ഥന ചിലപ്പോൾ അവർ പങ്കെടുത്തിട്ട് അവർക്കത് പൂർത്തീകരിക്കാൻ പറ്റാതെ പോകും. അതുകൊണ്ടാണ് ഞാൻ പെട്ടെന്ന് വൈൻഡപ്പ് ചെയ്തത്. കുറച്ച് സമയമെങ്കിലും നമുക്ക് എല്ലാവർക്കും ആ ഒരു അമ്മയുടെ ഓർമ്മയിൽ സജീവമാകാം എന്നാണ് ഞാൻ വിചാരിച്ചത്. മാത്രമല്ല നമുക്കറിയാം ഒരുപാട് മീൻസ് മാതൃക നമുക്ക് തന്നിട്ടുള്ള മാതാവാണ്. ഞാൻ അവിടെ ഉണ്ടാകുമ്പോൾ തന്നെ ഞാൻ ഭവനം സന്ദർശിക്കുമ്പോഴും സൗമ്യതയുടെയും ശാന്തതയുടെയും മകുട ഉദാഹരണമാണ് അമ്മ. ആ പ്രായത്തിലും അത്രയും ശാന്തമായും അത്രയും സൗമ്യമായും നിലകൊള്ളുവാനാകുന്നത് അവരുടെയുള്ള വിശ്വാസത്തിന്റെ ജ്വലനമാണ്. ഒരു പിറുപിറുപ്പുമില്ലാതെ ഒരു കണ്ണുനീരുമില്ലാതെ ഒരു സങ്കടവുമില്ലാതെ. കാരണം ക്രൂശ് എന്ന് പറയുന്ന നമ്മുടെ അവകാശമാണ്. അതിന്റെ അനുഭവങ്ങളിലൂടെ നാം ശാന്തമായിട്ട് സഞ്ചരിക്കണം. എന്നാലും നമുക്ക് ഉദ്ധാനത്തിന്റെ അത്ഭുതങ്ങൾ നമ്മുടെ ജീവിതത്തിൽ പ്രാപിക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ ഈ ക്രൂശ് എന്ന് പറയുന്നത് കാണുമ്പോൾ അതിനെ തട്ടിത്തെറിപ്പിച്ചു കൊണ്ട് ഓടുന്ന ഒരു വിശ്വാസമല്ല നമ്മുടെ, അതിനെ അതിജീവിക്കുന്ന ഒരു വിശ്വാസം, അതിനെ തരണം ചെയ്ത് അതിന്റെ അത്ഭുതങ്ങളും അതിശയങ്ങളും അതിന്റെ ശക്തിയും ചൈതന്യവും നേടിയെടുക്കുന്ന ഒരു വിശ്വാസമാണ് നമ്മുടെ വിശ്വാസം. അങ്ങനെ ആയിരിക്കണം നമ്മുടെ വിശ്വാസം. അതാണ് നമ്മുടെ മാതാവിന്റെ മാത്ര. വാസ്തവത്തിൽ എനിക്കതൊരു ഓർമ്മപ്പെടുത്തലാണ് എന്നെ സംബന്ധിച്ചും. കാരണം ഞാൻ ആ ഭവനത്തിലെ സ്ഥിര സന്ദർശകനാണ്. റോണിയാട്ടിന്റെ ഭവൻ എനിക്ക് വേണ്ടപ്പെട്ട ഭവനമാണ്. അതെല്ലാവർക്കും അറിയാം. ഇത്രയും സൗഹാർദ്ദപരമായ സ്നേഹ പുരസരമാണ് നമ്മൾ അവിടെ കഴിഞ്ഞിരുന്നത്. അപ്പൊ എൻ്റെ ഒരു മീൻസ് എനിക്കത് പറയാനും അത് അവിടെ എത്തിച്ചേരാനും ഒക്കെ ഒരു ഞാൻ ബാധ്യസ്ഥനാണ്. അതുകൊണ്ടാണ് ഞാൻ അന്ന് ചില സാഹചര്യ പിശകുകൾ എനിക്കുണ്ടെങ്കിൽ പോലും ഞാൻ അവിടെ കൃത്യമായിട്ട് എത്തിച്ചേർന്നത്. എന്തായാലും എന്നെ ക്ഷണിച്ചതിൽ ഞാൻ പ്രിയ ഭവനാംഗങ്ങളോട്, വിശേഷാൽ റോണിയേട്ടനോടും ആന്റിയോടും, റോണി അങ്കിളിനോടും ആന്റിയോടും മിട്ടുവിനോടും ഉള്ള എൻ്റെ പ്രത്യേക സന്തോഷവും ഞാൻ രേഖപ്പെടുത്തുകയാണ്. അതുപോലെ പ്രമിള ആന്റി, ടീച്ചർ ആന്റി ഞങ്ങളുടെ ഇപ്പോഴും സജീവമായ മെമ്പറാണ്. പ്രിയ ഭവൻ അംഗങ്ങളോടുള്ള എൻ്റെ ഒരു കൃതജ്ഞത ഞാൻ അറിയിക്കുകയാണ്. പിന്നെ മാതാവിനെ സംബന്ധിച്ച് ഞങ്ങൾക്ക് വളരെ പറയാനുള്ള ഒരു കാര്യം, ഞങ്ങളുടെ കുണ്ടറ്റ പള്ളിയിൽ, ഞാനിപ്പോൾ സേവനം ചെയ്യുന്ന പള്ളിയിൽ ആദ്യ കാലങ്ങളിൽ ശ്രീജന സഖ്യത്തിന്റെ ഒക്കെ നേതൃത്വത്തിലും ഒരുപാട് അതിനെക്കുറിച്ച് പറയാനുണ്ടാകും. എങ്കിലും ഇതൊക്കെ ഞങ്ങളുടെ മനസ്സിലുണ്ട്. ഞാൻ അതൊക്കെ ഇപ്പോൾ പങ്കുവെക്കുകയാണ്. ഞാനത് പ്രസംഗ മധ്യത്തിലോ പ്രാർത്ഥനയുടെ മധ്യത്തിലോ ഒന്ന് സൂചിപ്പിക്കാൻ ഇരുന്നത് ഞാൻ പ്രാർത്ഥന മാക്സിമം ഒന്ന് കുറയ്ക്കുകയായിരുന്നു. കാരണം ഈ നെറ്റിന്റെ സ്റ്റെബിലിറ്റി എപ്പോഴും നമുക്ക് വിചാരിച്ചപോലെ കിട്ടില്ല എന്നുള്ളത് കൊണ്ടാണ്. താങ്ക് യു സോ മച്ച്. ഗോഡ് ബ്ലസ് യു ഓൾ. ഗോഡ് ബ്ലസ് യു. ആർക്കെങ്കിലും ഈ സമയത്ത് സംസാരിക്കണോ എന്നുണ്ടെങ്കിൽ സംസാരിക്കാം. കേൾക്കുന്നില്ല. ആരോ സംസാരിക്കാൻ ശ്രമിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. കേട്ടില്ല, ഒന്നും കേട്ടില്ല. ബേബേട്ടാ, എന്തെങ്കിലും സംസാരിക്കും. പ്രസാട്ടിന് എന്തെങ്കിലും പറയാനില്ലേ? ബെറ്റിയാൻറ്റി എന്തോ പറയുന്നുണ്ട്. ബെറ്റിയാൻറ്റി മ്യൂട്ടാണ് കേട്ടോ. ബെറ്റിയാൻറ്റിന്റെ മ്യൂട്ടാണ്. ബെറ്റിയാൻറ്റി ആ മൈക്കിന്റെ ഇതിലൊന്ന് ഞെക്കുവോ ബെറ്റിയാൻറ്റി? കേൾക്കുന്നില്ല. പ്രസാട്ടാ, പിന്നച്ചിക്കൊന്നും പറയാനല്ലേ? അമ്മു ഉണ്ടോ? അമ്മു വന്നിട്ടില്ല.
അങ്ങനെ വരാൻ പാടില്ല. എന്റെ പേരിന്റെ ഹലോ കാണാനുണ്ടോ? എന്നെ കാണാനുണ്ടോ? എല്ലാവർക്കും കാണാനുണ്ടോ? ആ അപ്പോ അമ്മച്ചി എന്ന് പറഞ്ഞിട്ടുള്ളത് മനസ്സിലിങ്ങനെ എപ്പോഴും മനസ്സിലുള്ള ഒരാളാണ് അമ്മച്ചി. അപ്പോ അന്ന് മരിച്ചു വന്നതിന് ശേഷം മനസ്സിൽ നിന്ന് ഇങ്ങനെ ഒരുറക്കം കഴിഞ്ഞ സാരില്ല. അമ്മച്ചിക്ക് 93 വയസ്സ് വരെ അമ്മച്ചിക്ക് കൊടുത്തല്ലോ പ്രായം. അപ്പൊ അതിലെനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. പിന്നെ എല്ലാവരെയും സ്നേഹിച്ച് അങ്ങനെ നിൽക്കണം എന്ന് ഇപ്പോഴും കണ്ടല്ലോ നിങ്ങളെന്തായാലും പറയാം. അപ്പൊ സന്തോഷമുണ്ട് എല്ലാരെയും അപ്പൊ കാണാൻ പറ്റി. എല്ലാരും എന്നാലും അമ്മച്ചിക്ക് പ്രയാസങ്ങളൊന്നും ഇല്ലാതെ അമ്മച്ചി അങ്ങോട്ട് ദൈവം എടുത്തല്ലോ എന്നുള്ളത് വലിയ സന്തോഷമുണ്ട്. വേറൊന്നും പ്രസാദേട്ടാ ഞാൻ സമയം കഴിയാറായി. പ്രസാദിനൊന്നും പറയാനുണ്ടോ? പ്രസാദിന്റെ പ്രസൻസ് ഞങ്ങൾക്ക് ഭയങ്കര അനുഗ്രഹമായിരുന്നു. ടോണി, ആ ഞാൻ പറഞ്ഞോട്ടെ. പറഞ്ഞു. എനിക്ക് അമ്മച്ചിയെ കുറിച്ച് പറയാന്ന് പറയുമ്പം, ഞാന് കല്യാണം കഴിച്ച് വന്ന നാൾ മുതൽ ഞാൻ എന്തെങ്കിലും പഠിച്ചിട്ടുണ്ടെങ്കിൽ തന്നെ അത് അമ്മച്ചിയിൽ നിന്നാണ് എനിക്ക് പഠിക്കാൻ സാധിച്ചിട്ടുള്ളത്. ആ സ്നേഹം, മറ്റുള്ളവരുടെ സ്നേഹം, മറ്റുള്ളവർക്ക് കൊടുക്കുന്നത്. എന്റെ വീട്ടിൽ നിന്ന് ഞാൻ ഈ വീട്ടിലേക്ക് വരുമ്പോൾ കുറച്ച് സ്വാർത്ഥ സ്വഭാവമായിരുന്നു. ഞാൻ ഒറ്റയ്ക്കായിരുന്നു വീട്ടില്, കുറച്ച് സെൽഫിഷ് ആയിരുന്നു ഞാൻ. പക്ഷെ എന്നാലും ഞാൻ ഈ വീട്ടിൽ വന്നപ്പം ഒരു കൂട്ടുകുടുംബമായിരുന്നു. എനിക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ വളരെ പ്രയാസമായിരുന്നെങ്കിൽ കൂടിയും അമ്മച്ചിയിൽ നിന്നാണ്, അമ്മച്ചി ചെയ്യുന്ന ഓരോ കാര്യങ്ങൾ കണ്ടാണ് ഞാൻ കുറേ നല്ല കാര്യങ്ങൾ കൊടുക്കുവാനും മറ്റുള്ളവരോട് ഇടപെടുവാനും മറ്റുള്ളവരെ സ്നേഹിപ്പാനും ക്ഷമിക്കുവാനും എല്ലാം നല്ല സ്വഭാവങ്ങൾ എന്തെങ്കിലും എനിക്ക് എന്റെ ജീവിതത്തിൽ എനിക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് എന്റെ വീട്ടിൽ നിന്നല്ല എനിക്ക് കിട്ടിയത്. അതെനിക്ക് വളരെ ഇതായിട്ട് പറയാൻ സാധിക്കാതെ അമ്മച്ചിയിൽ നിന്ന് മാത്രമേ എനിക്ക് കിട്ടിയത്. മാത്രമല്ല, എപ്പോഴും ഏതെങ്കിലും വീട്ടിലേക്ക് പോവുക, കൊടുക്കുക എന്നുള്ള ആ കാര്യം എന്ന് പറയുന്നത് ഞങ്ങളുടെ വീട്ടിൽ അങ്ങനെ ഉണ്ടായിരുന്നില്ല. ഞങ്ങളുടെ വീട്ടിൽ ഒതുങ്ങി നിൽക്കുന്ന ഒരു വീട്ടിലായിരുന്നു. പക്ഷെ എന്നാലും അമ്മച്ചി പള്ളിയുടെ ഏത് പള്ളിയാണെങ്കിലും, അത് ഗുണ്ടട്ടായാലും അല്ല, കൊടക്കലായാലും പരപ്പേരി ആയാലും, എവിടെയാണ് അമ്മച്ചി എവിടെയാണോ അമ്മച്ചി എന്തെങ്കിലും അമ്മച്ചിക്ക് ദൈവം കൊടുത്തിരിക്കുന്ന ആ കഴിവ് അമ്മച്ചി ചെയ്യും. അമ്മച്ചിയുടെ താലന്ത്, ദൈവം കൊടുത്തിരിക്കുന്ന താലന്ത് നമ്മൾ പലപ്പോഴും കുഴിച്ചു മൂടാറുണ്ട്. പക്ഷെ അമ്മച്ചി ഒരിക്കലും അങ്ങനെയല്ലായിരുന്നു. അമ്മച്ചിക്ക് എന്തെല്ലാം ദൈവം കൊടുത്തിട്ടുണ്ടോ അത് അവസാനം സമയം വരെ അമ്മച്ചിക്ക് ചെയ്യാൻ പറ്റുന്ന, അമ്മച്ചി ആ വീഴുന്നത് വരെ അമ്മച്ചി എല്ലാ കാര്യങ്ങളും ചെയ്തിരുന്നു. പള്ളിയിൽ കൊടുക്കുന്ന കാര്യം തന്നെ, ഞാനിപ്പോ എന്തെങ്കിലും പള്ളിയിൽ കൊടുക്കുകയും ഉണ്ടാക്കി കൊടുക്കുകയൊക്കെ ചെയ്യുകയാണെങ്കിൽ പോലും അത് ഞാൻ എല്ലാം പഠിച്ചിരിക്കുന്നത് അമ്മച്ചിയിൽ നിന്ന് മാത്രമാണ് ഞാൻ പഠിച്ചിരിക്കുന്നത്. ഇപ്പൊ ഏറ്റവും അവസാനമായിട്ട് അമ്മച്ചി ചെറിയ കുട്ടികൾക്കൊക്കെ ഉടുപ്പ് തുന്നി കൊടുക്കുമായിരുന്നു. ആ ഉടുപ്പ് തുന്നി കൊടുക്കുന്നത് അമ്മച്ചിക്ക് അവസാനം സമയം നീലയും പച്ചയൊന്നും കാണില്ല കളറ്. എന്നാലും ഏറ്റവും അവസാനമായിട്ട് അമ്മച്ചി ചിന്നോനും എന്റെ മകളെ കല്യാണം കൂടി കഴിഞ്ഞിട്ടില്ല. പക്ഷെ അമ്മച്ചി 12 ഉടുപ്പും 2 തോർത്തും തുന്നി എനിക്ക് അനീറ്റാന്ന് പേര് എഴുതി തന്നു കല്യാണം കഴിക്കുന്നതിന് മുമ്പ്. അതാർക്കും കൊടുക്കരുത്, അവർക്ക് തന്നെ. അതാണ് ലാസ്റ്റ് അമ്മച്ചി ചെയ്തത്. അപ്പം അമ്മച്ചി ചെയ്തിരിക്കുന്ന ഓരോ നന്മകള് ഞാനിപ്പം എന്തെങ്കിലും നല്ലതാണെങ്കിലും അത് അമ്മച്ചിയിൽ നിന്ന്, അത് എനിക്കത് പിന്തുടരണം എന്നുള്ള വലിയൊരു ആഗ്രഹം എന്റെ ജീവിതത്തിൽ എനിക്കുണ്ട്.
പല തെറ്റുകുറ്റങ്ങളൊക്കെ വന്നു പോയിട്ടുണ്ട്. അതെല്ലാം ദൈവം ക്ഷമിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് എനിക്ക് അമ്മച്ചിയെ കുറിച്ച് പറയാനുള്ളത്. ദൈവം എന്തായാലും അമ്മ നിത്യതയിൽ തന്നെ ആയിരിക്കും ഞാൻ വിശ്വസിക്കുന്നു. താങ്ക് യു. ഇനി ആരെങ്കിലും സംസാരിക്കുന്നുണ്ടോ? മക്കളിൽ നിന്നൊക്കെ ഇത്ര നല്ല വാക്കുകൾ കേൾക്കാൻ കഴിയുന്നത് തന്നെ വലിയ ഭാഗ്യകരമായ അനുഭവമാണ്. ഇനി ആർക്കെങ്കിലും ഇത്തരം ഓർമ്മകൾ പങ്കുവെക്കാനുണ്ടെങ്കിൽ പങ്കുവയ്ക്കാൻ. സമയം എനിക്ക് തോന്നുന്നു സമയം ഏതാണ്ട് അവസാനിച്ചിരിക്കുന്നു എന്നാണ് തോന്നുന്നത്. മിട്ടു, ഇനി ടൈം അധികം ഉണ്ടാവില്ല തോന്നുന്നു അല്ലേ? ഹലോ, കഴിയാറായില്ലേ? കഴിയാനായി. അപ്പൊ നമ്മളിത് പെട്ടെന്ന് ഓട്ടോ കട്ട് ആകുന്നതിന് മുമ്പ് തന്നെ നമുക്കിത് വൈൻഡപ്പ് ചെയ്യാം. ദൈവം നിങ്ങളെയൊക്കെ അനുഗ്രഹിക്കട്ടെ. കർത്താവ് നിങ്ങളോട് കൂടെ ഇരിക്കട്ടെ, നിങ്ങളുടെ ആത്മാവോടുകൂടി. നമുക്ക് സമാധാനത്തോടെ പോകാം കർത്താവിന്റെ നാമത്തിൽ തന്നെ. ഞാൻ ലിവിയാണ്. ഓക്കെ, സന്തോഷം. ദൈവം നിങ്ങളെ എല്ലാവരെയും സമൃദ്ധിയായിട്ട് വഴി നടത്തും. താങ്ക് യു. ഗുഡ് നൈറ്റ് ഓൾ. ഗുഡ് നൈറ്റ്. Reach